നോമ്പ് കാലഘട്ടം കല്ലറകൾക്ക് അടച്ചു വയ്ക്കുവാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ കൃപയുടെ നാളുകൾ. നോമ്പ് കാലഘട്ടം കല്ലറകൾക്ക് അടച്ചു വയ്ക്കുവാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ കൃപയുടെ നാളുകൾ. വെള്ളിയാഴ്ച രാത്രി ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം ക്രൂശിൽ നിന്നും ഇറക്കുകയും അരിമത്യക്കാരനായ യോസേഫിന്റെ കുടുംബത്തിന് വേണ്ടി വെട്ടിയ കല്ലറയിൽ, മറ്റാരുടെയും ശരീരം വച്ചിട്ടില്ലാത്ത കല്ലറയിൽ കർത്താവിന്റെ ശരീരം മറവ് ചെയ്യുകയാണ്. ശനിയാഴ്ച നിശബ്ദമായ ശനിയാണ്. ഞായറാഴ്ച പ്രഭാതത്തിലാണ് ക്രിസ്തുവിന്റെ ആത്മാവ് കല്ലറയുടെ മേൽ മടങ്ങി വന്ന് ആ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും കർത്താവ് ഉയർക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച പിതാവിന്റെ കരങ്ങളിൽ താൻ സമർപ്പിച്ച ആത്മാവ് ഞായറാഴ്ച ശരീരത്തിലേക്ക് മടങ്ങി വരുന്നത് വരെ എവിടെയായിരുന്നു? ലേഖനങ്ങൾ അതിന് നൽകുന്ന ഒരു തെളിവിതാണ്. നോഹയുടെ കാലത്ത് പാതാളത്തിലേക്ക് അകപ്പെട്ടു പോയ ആത്മാക്കളോട് കർത്താവ് പ്രസംഗിച്ചുവെന്നാണ്. നോഹയുടെ കാലത്ത് ശിക്ഷിക്കപ്പെട്ട ആത്മാക്കളോട് കർത്താവ് പ്രസംഗിച്ചു. എന്താണ് ഈ വചനം നമുക്ക് നൽകുന്ന ആ ചിന്ത? നോഹയുടെ കാലത്ത് ശിക്ഷിക്കപ്പെട്ടവർക്ക് ഒരു മടങ്ങി വരവുണ്ട് എന്നല്ല, രക്ഷയുടെ സുവിശേഷം അവരോട് അറിയിച്ചു എന്നല്ല. പകരം പാതാളത്തിൽ പിശാചിന്റെ അരികിൽ, പിശാചിന് അടിമകളായ, പിശാചിന് ദാസന്മാരായ ഒരു കൂട്ടം പേരുടെ അരികിലേക്ക് കർത്താവ് കടന്നുപോയി. പിശാചിനെ ജയിക്കുവാൻ പോകുന്ന തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. മരണത്തിനെ തന്നെ അടക്കി വയ്ക്കുവാൻ കഴിയില്ല എന്ന സുവിശേഷത്തിന്റെ സത്യങ്ങളെ കർത്താവ് അവിടെ വ്യാഖ്യാനിക്കുകയാണ്. പ്രിയ ദൈവജനമേ, കല്ലറകൾക്ക് ക്രിസ്തുവിനെ മറച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷയെ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും മറച്ചു വയ്ക്കുവാനായിട്ട് കഴിയില്ല. നോമ്പിന്റെ നാളുകൾ നമുക്ക് നൽകുന്ന ഒരു വലിയ കൃപ ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രൂശിന്റെ സുവിശേഷവുമായി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാനുള്ള ഒരു വലിയ ആഹ്വാനം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. നോമ്പിന്റെ 40-ാം ദിനമാണിത്. ഇന്നത്തോടെ നോമ്പ് കാലം അവസാനിക്കുകയാണ്. ഒരു ഈസ്റ്ററിന്റെ സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പ് കാലം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നാം ഉപേക്ഷിച്ച വഴികളിലേക്ക് തിരിഞ്ഞു നടക്കുക എന്നല്ല, ഉയർത്ത ക്രിസ്തുവുമായി പ്രത്യാശയുടെ ജീവിതം നയിക്കുക എന്നതാണ്. ഉപേക്ഷിച്ചത് പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന്റെ അനുഭവങ്ങളായിട്ട് മാറുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ഒരുക്കുമാറാകട്ടെ.